ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ കോടതി വളപ്പിലെ ഒരു യുദ്ധമായിരുന്നു ഇന്ന് മൊത്തം നമ്മൾ കണ്ടത്. കോടതിയിൽ നടക്കുന്ന സംഭവങ്ങളും കുറെ മാധ്യമപ്രവർത്തകർ വന്ന് അവരെ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തും ഹരിയും എല്ലാവരും പേടിച്ച് വിറച്ച് ആ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ രേവതിയും ഗ്രേസിയും മാമച്ചനും ഒക്കെ ഇങ്ങനെ കാണുകയാണ് ടിവിയിലിരുന്ന്. ഏതായാലും അവര് കണ്ടോണ്ടിരിക്കുമ്പം അതിനെക്കുറിച്ച് പറയൂല. അപ്പൊ ആ ഒരു സംഭാഷണമൊക്കെയാണ് ഇന്നത്തെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എങ്കിലും യുവമാർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി? രോഹിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വൃത്തികെട്ടവന്മാരായിരുന്നോ? ഇവന്മാർക്ക് ശിക്ഷ കിട്ടണം അല്ലേ മാമച്ചനങ്ങളെ, അല്ലേ ഗ്രേസി ആന്റി എന്ന് പറയുമ്പോ പിന്നെ അവന്മാർക്ക് ശിക്ഷ കിട്ടണ്ടേ? അവന്മാര് ചെയ്തതിന് അവന്മാർക്ക് ശിക്ഷ തന്നെ കിട്ടണം. പിന്നെ അലീന എന്ന് പറയുന്ന അവൾ അവിടെ പോയി, അതായത് അലീന അവിടെ പോയി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വിഷമം. ഇനിയിപ്പോ എന്തെങ്കിലും കേസും കോടതിയായിട്ട് അവളും കയറി തൂങ്ങി നടക്കേണ്ടി വരുമോ? അവളോട് പറഞ്ഞല്ലേ ആവുന്ന തരത്തിൽ അവിടെ നിന്ന് വിട്ടെറിഞ്ഞിട്ട് പോരാനായിട്ട്. രേവതിക്കുട്ടി, നിനക്കൊന്നും പറയത്തില്ലായിരുന്നു? ഇനിയിപ്പോ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് എന്ത് കിട്ടാൻ? അമ്മയുടെ സ്നേഹമോ അച്ഛന്റെ സ്നേഹമോ എന്ത്? ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുവാണെങ്കിൽ ആ പെങ്കൊച്ചിന് അത്ര മനസമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാ അലീന ചേച്ചിയോട്. പക്ഷെ അലീന ചേച്ചി വരില്ല. അങ്ങനെ അലീന ചേച്ചിയുടെ കുടുംബം അല്ലേ, ഒന്നെങ്കിലും ഇതുവരെ അവര് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി അലീന ചേച്ചി ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയല്ലേ. അപ്പൊ അലീന ചേച്ചിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുമോ? മാത്രമല്ല ബാലചന്ദ്രൻ സാറിനെ നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ബാലചന്ദ്രൻ സാറല്ലേ ഇപ്പം അലീന ചേച്ചിനെ നോക്കുന്നത്, സ്വന്തം അച്ഛനെ പോലെ നോക്കുന്നില്ലേ? ഒന്നും സംഭവിക്കാതെ, ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തം അച്ഛനെ പോലെ, അതും ഭാര്യയുടെ അഭേദത്തിലുണ്ടായ മകളാണെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. ആ സാറിന് അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ അലീന ചേച്ചിയെ? അപ്പം പിന്നെ അലീന ചേച്ചി അവിടെ നിന്ന് എങ്ങനെയാ പോരുന്നത്? ഞാൻ പറഞ്ഞതാ ഗ്രേസി ആന്റി, അവർക്കും ഇവർക്കും ഇഷ്ടമൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യവും വല്ല പ്രയോജനം ഉണ്ടോ? ആ പെങ്കൊച്ച് അവിടെ കിടന്ന് അനുഭവിക്കേണ്ടത് ആ അനാഥാലയത്തിലായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നിന്നാലേ ജോലിയും ചെയ്ത് അതിനുള്ള ശമ്പളവും കിട്ടും. ഇപ്പൊ ശമ്പളവും ഇല്ല, ജോലിയും ചെയ്യണം, ബാക്കിയിരിക്കുന്നവരുടെ വായിൽ നിന്നും കേൾക്കണം, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം. എന്തൊക്കെയാ എന്റെ ദൈവമേ ആ പെങ്കൊച്ച് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇതൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ട് മാമച്ചനും ഗ്രേസിയും രേവതിയൊക്കെ ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാമച്ചനും ഗ്രേസിയും മാത്രമല്ല കേട്ടോ, ഇത് ടി വിയിലെ എല്ലാ വീടുകളിലും കാണും. അതുപോലെ തന്നെ ഹോസ്പിറ്റല്, നമ്മുടെ വൈജ നിൽക്കുന്ന ഹോസ്പിറ്റലിലും ഈ സംഭവം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാർത്ത ഓടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ മൊത്തം ഒന്ന് പരക്കൂലോ. അങ്ങനെ ഈ വാർത്ത ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം അവിടുത്തെ നേഴ്സൊക്കെ വന്ന് പറയുന്നുണ്ട്, വേണമെങ്കിൽ മേഡത്തിന് ഇവിടുത്തെ ടി വി വെച്ച് തരാം. മേഡത്തിന്റെ മകൻ ടി വിക്കകത്തത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, ഫോട്ടോ ഒക്കെ ഉണ്ട്, മേഡത്തിന് വേണം ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അല്ല, കോടതി വളപ്പിൽ കാണിക്കുന്ന യുദ്ധങ്ങളെല്ലാം ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും എന്റെ പൊന്നു മേഡം, എങ്ങനെ തോന്നി മേഡത്തിന്റെ മകന് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? കേട്ടിട്ട് തന്നെ ഉണ്ടല്ലോ മനുഷ്യൻ അങ്ങോട്ട് എന്തോ പോലെ ആയി പോവുക. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് അവൻ എന്ത് കിട്ടാനാ? ഇതുപോലെയാണോ എന്റെ പൊന്നു മേഡം മക്കളെ വളർത്തേണ്ടത്? വേണമെങ്കിൽ കേൾപ്പിക്കാം, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു, വേണ്ട, എന്നെ ഒന്നും കേൾപ്പിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് വരുന്നുണ്ട്. ബാലചന്ദ്രന്റെ പെങ്ങള് വന്നിട്ട് വൈജയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈജ ചോദിക്കുന്നുണ്ട്, എങ്ങനെയായി കോടതിയിലെ കാര്യങ്ങളൊക്കെ? എന്താ കോടതിയില് അവന്മാർക്ക് ജാമ്യം കിട്ടുമോ? രോഹിത്തിനും ഹരിക്കും ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല, ഒരു 80% ജാമ്യം കിട്ടത്തില്ല. അതുപോലെയുള്ള കേസല്ലേ ചേച്ചി? പിന്നെ ബാലേട്ടനും വലിയ ഇതൊന്നുമില്ല. ബാലേട്ടനും പറയുന്നത് അവന്മാര് കുറച്ച് അനുഭവിക്കട്ടെന്ന് തന്നെയാ. പിന്നെ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് അവന്മാരെ അങ്ങ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം അല്ലാതായി പോകില്ലേ? പിന്നെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ. നാട്ടുകാരാകപ്പാടെ ഇളകിയിരിക്കുക. അലീന പറഞ്ഞിട്ടാ രണ്ട് ഷോപ്പുകളും അടച്ചിട്ടിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാം തകർത്തേനെ, കൊള്ളയടിച്ചോണ്ട് പോയേനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അലീന പറഞ്ഞിട്ട് ഷോപ്പ് അടച്ചിടേണ്ട കാര്യമുണ്ട്? അതെന്താ ബാക്കിയുള്ളവർക്കെല്ലാം അറിയത്തില്ലേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഷോപ്പ് അടച്ചിടണമെന്ന്? എന്ത് പറഞ്ഞാലും ഒരു അലീന ലാസ്റ്റ് അലീനയുടെ കാല് പിടിക്കേണ്ടി വരും പലർക്കും. അത് മനസ്സിലാക്കി നിന്നാലേ ചേച്ചിക്ക് കൊള്ളാം. പിന്നെ ഞാൻ അവളുടെ കാല് പിടിക്കാനോ? എന്റെ പട്ടി അവളുടെ കാല് പിടിക്കും. എന്റെ മകൻ ഇപ്പൊ സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവന് എങ്ങനെയെങ്കിലും കിടന്നാലും അവനെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
ഞാൻ ഇവിടെ ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകൻ ഇപ്പം കോടതി വളപ്പിൽ പോയി നിന്ന് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഇറക്കിയാനെ. ബാലചന്ദ്രന് അതിനൊന്നും സമയമില്ലല്ലോ. അലീനയെ പൊക്കി പിടിച്ചോണ്ട് നടക്കാനും താങ്ങിക്കൊണ്ട് നടക്കാനും മാത്രല്ലേ അയാൾക്ക് സമയമുള്ളൂ. എങ്ങനെയാ പിന്നെ ഒരു കൊച്ചു പെണ്ണിനെ കിട്ടിയപ്പോഴത്തേക്കും ഭാര്യനെയും 2-3 മക്കളെയും മറന്ന അയാൾക്കെ അല്ലെങ്കിലും ഇതിനൊന്നും നേരം കാണത്തില്ല. എന്നിട്ട് എന്തോ ഹാർട്ട് പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് വന്ന് അഡ്മിറ്റ് ആയിട്ട് കിടക്കുക. വേറൊന്നിനും പോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ ആങ്ങളമാരെ കണ്ടുപിടിക്കാൻ പറ. രോഹിത 1-ാം പ്രതി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവനെ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുക. എന്റെ ആങ്ങളമാരുള്ളത് കൊണ്ട് ആകെ എനിക്ക് പ്രതീക്ഷ. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ പട്ടിക്ക് തുല്യമായിട്ട് എന്റെ മോൻ ഇപ്പൊ നടന്നേനെ. ആരും ഇല്ലാതെ സ്വന്തം അച്ഛന് പോലും അവന് വേണ്ടാതായല്ലോ. അവള് പറയുന്നതാണല്ലോ വേദവാക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടതും അവിടെ ഇരിക്കുന്ന ഒരു നേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളോട് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയിട്ടും ഒരു കുറവുമില്ലല്ലോ എന്റെ പൊന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വെളിയിൽ പോവാ. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജ എന്താ പറയാ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആ നേഴ്സിന്റെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വൈജ പറയുന്നുണ്ട്, പുറത്ത് നടക്കുന്ന കാര്യമൊന്നും ദയവ് ചെയ്ത് എന്നോട് ഇപ്പം വന്ന് പറയണ്ട. എനിക്ക് ഇവിടെ നിന്ന് എണീറ്റ് നടക്കാനുള്ള ആവതില്ല. അതുകൊണ്ട് ഞാൻ പറയാ, വെളിയിൽ എന്ത് നടന്നോട്ടെ, എന്റെ മകൻ എന്ന് ജാമ്യം കിട്ടുന്നോ അന്ന് മാത്രം ഇനി വെളി നടക്കുന്ന കാര്യം എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ എനിക്ക് യാതൊന്നും അറിയണ്ട. എന്റെ മകൻ പോലീസ് പിടിക്കുന്നുണ്ടെന്നോ, എന്റെ മകനെ പോലീസ് ഇടിച്ചെന്നോ, അല്ലെങ്കിൽ കോടതി കൊണ്ട് ഹാജരാക്കിയെന്നോ നാട്ടുകാർ അത് ചെയ്തു, ഇത് ചെയ്തു, മറിച്ചത് ചെയ്തു, മറ്റേ ചെയ്തു, ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അലീനയും കൃഷ്ണമോളും വാർത്ത കാണുന്നുണ്ട് കേട്ടോ. അലീനയും കൃഷ്ണമോളും വാർത്ത കണ്ടിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. നമ്മുടെ കൃഷ്ണമോള് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അയ്യോ ഇനി എന്ത് ചെയ്യും? ഇതേ രോഹിതേട്ടനെ അല്ലേ കൊണ്ടുപോകുന്നത്. നാട്ടുകാരൊക്കെ ഇളകിയിരിക്കല്ലേ ചേച്ചി ഇനി സ്കൂളിൽ പോകാൻ പറ്റുമോ? എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വാവിട്ട് കരഞ്ഞു ചോദിക്കുകയാണ്. അപ്പം ബബിതയും വന്ന് ഇത് കാണുന്നുണ്ട്. ബബിതയാണെങ്കിൽ തൊലി ഉരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അപ്പം അലീനയോടും അതുപോലെ കൃഷ്ണമോളോടും പറയാണ് നമ്മുടെ ബബിത, ഇതിനൊക്കെ കാരണക്കാരി ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, എന്താ ബബിതേച്ചി ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഇതിലും അവസരം മുതലെടുക്കുന്നത് ഈ ഒരു സമയത്ത്? അലീന ചേച്ചി എന്ത് തെറ്റാ ചെയ്തതോ? ഓ ഇവള് ഒരു എണ്ണം കെട്ടവള് തന്നെയാ. എന്റെ അമ്മ പറയുന്ന പോലെ ഇവള് കയറി വന്നേ പിന്നെ അല്ലേ ഈ വക കാര്യങ്ങളൊക്കെ നടന്നത്. എത്ര സമാധാനത്തോടു കൂടി പോയ കുടുംബമാണെന്ന് അറിയാമോടി നിനക്ക്? നീ വന്ന് കാലെടുത്ത് കുത്തിയതും തുടങ്ങി. പിന്നെ അച്ഛനൊരു വഴിയല്ലേ, പിന്നെ എങ്ങനെയാ രോഹിത് വഴി വഴിച്ച് പോകാതിരിക്കുക? അച്ഛനെ കണ്ടു പഠിച്ചതാണെന്നേ നാട്ടുകാരെല്ലാം പറയത്തുള്ളൂ. അവിഹിതത്തിലുണ്ടായ മോളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മകനാണെങ്കിൽ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ അറസ്റ്റിലും ആയിരിക്കുന്നു. എന്ത് പേര്! ഒന്ന് കോളേജിൽ പോകാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയല്ലേ. എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും? തൊലി ഉരിഞ്ഞു പോവുക. തന്തേനും മകനും ഒക്കെ ഓരോന്ന് ചെയ്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇതേ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും ബബിതേച്ചി പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ എന്ത് ചെയ്തു വെച്ചെന്നാ ബബിതേച്ചി പറയുന്നത്? അച്ഛനല്ല ഇതിനെല്ലാം ഉത്തരവാദി, അമ്മ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, മക്കളെ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് നേരിടണമെന്നല്ലേ മനുവേട്ടനും പറഞ്ഞിട്ട് പോയത്? എല്ലാവരും അങ്ങനെയല്ലേ പറഞ്ഞിട്ട് പോയത്? ഇപ്പൊ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക ചെയ്യേണ്ടത്. ഓ ഇതിന് പരിഹാരം കണ്ടെത്താൻ ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇനി ഒരു പരിഹാരം കണ്ടെത്താനില്ല. നീ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, എന്നാ തന്നെ ഇവിടെ പരിഹാരമാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത അകത്തേക്ക് കയറി പോകണം. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാട്ടോ, എനിക്കറിയാം ചേച്ചിക്ക് ഒരുപാട് സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ചേച്ചിയും പെട്ടുപോയൊരവസ്ഥയാണല്ലേ ഈ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ ചേച്ചിക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും ഒരു രാത്രിയാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അവരുടെ ചൂഷണത്തിന് ഇരയാകേണ്ടി വന്നതൊക്കെ അതൊക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ. അപ്പൊ ഞങ്ങളല്ലേ ചേച്ചിയോട് മാപ്പ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ മോളിപ്പം വിഷമിക്കൊന്നും വേണ്ട. ഏതായാലും എന്നും ഇങ്ങനെ തന്നെയൊന്നും പോകത്തൊന്നുമില്ലല്ലോ. ഒരു ദിവസം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമുക്ക് വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പം അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനപ്പെടുത്തണം. എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. കാരണം ഈ ഒരു ന്യൂസൊക്കെ കണ്ടിട്ട് അച്ഛനാകെ തകർന്നു പോകും മോളെ. അവിടേക്ക് TV ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ന്യൂസ് കണ്ടും കാണുമായിരിക്കും. അച്ഛന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പുറത്തിറങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇപ്പൊ എന്നെ ആൾക്കാർക്ക് എന്നെ അങ്ങനെ അറിയത്തില്ലല്ലോ. ഞാൻ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അല്ലേ ഞാൻ ഇവിടുത്തെ സെർവന്റ് ആണെന്ന് അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങളല്ലേ പുറത്തിറങ്ങാൻ പാടില്ലാത്തത്. ഞാനിനി ഇവിടുന്ന് അച്ഛൻ്റെ അടുത്ത് പോയാലും നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുകയും ചെയ്യും. ആര് വന്ന് വിളിച്ചാലും വാതിലൊന്നും തുറക്കരുത് കേട്ടോ. ഏതായാലും അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ പോകുന്നുണ്ട്. മാത്രമല്ല അലീന ഇനി കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ വിഷയമാകും. ഇല്ലെങ്കിൽ അലീന കോടതിയിലേക്കെങ്കിലും പോയേനെ. വാദവും പ്രതിവാദവും ഒക്കെ കേൾക്കണ്ടേ. അതായത് ഈ സമയത്ത് നമ്മുടെ കോടതിയിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കോടതിയിൽ വീണ്ടും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കോടതി വളപ്പിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലേറ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന്മാരെ പോലീസ് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ടില്ല. അപ്പൊ ഇവന്മാരെ വെളിയിൽ
വെളിയിൽ ഇറക്കണമെങ്കിൽ ഇവന്മാരെ മറ്റേ മുഖം മൂടിയിട്ട് വേണം വെളിയിൽ ഇറക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാരെ മുഖം മൂടി കൊടുക്കുകയാണ്. മുഖം മൂടി കൊടുത്തിട്ട് ഇവന്മാരെ അടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാരും കൂടി ഇവന്മാരുടെ മുഖം എന്താ കാണിച്ചാൽ പ്രശ്നം ഇരിക്കുന്നത്, പത്രത്തിൽ ഇവന്മാരുടെ മുഖം കാണിച്ചാൽ ഇവന്മാരുടെ ഇങ്ങനെ മുഖം മറപ്പിച്ച് വെച്ചിട്ട് ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പോലീസുകാർ മാറി അപ്പൊ നമ്മുടെ CI പറയുന്നുണ്ട്, മാറി നിൽക്കുക, ഇത് പോലീസിന്റെ കയ്യിൽ ഇപ്പൊ അവന്മാരുള്ളത്, ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നം, ഇവന്മാരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കാൻ പോവുക, ഇവന്മാർക്ക് ഒരിക്കലും നീതി കിട്ടത്തില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കോടതിനെ വിശ്വാസമില്ല സാറന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങ് തുടങ്ങി കുറെ എണ്ണന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടിച്ച് പദം വരുത്തി പോലീസുകാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലാണ് ഇവന്മാരെ കോടതിയിലേക്ക് കയറ്റുന്നത്. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശിവനും അതുപോലെ തന്നെ രാജീവനും കൂടെ നിൽക്കാനുണ്ട്. രാജീവനും ശിവനും പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, കോടതിയിലേക്ക് കയറാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എങ്ങനെ കോടതിയിലേക്ക് കയറും? രാജീവനും ശിവനും ആരാണെന്നുള്ള സത്യം നാട്ടുകാർക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം. അങ്ങനെ ഇവന്മാരെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ചു പേര് കൂടി പറയാണ്, പ്രതികളുടെ ഒരു മെയിൻ പ്രതി, ഒന്നാം പ്രതിയുടെ അച്ഛനായി ഇറങ്ങുന്നതെന്ന്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശിവൻ നേരത്തെ ഡോർ അടച്ചു കേട്ടോ, പെട്ടെന്ന് തന്നെ ഡോർ അടച്ചു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമലയാണ്. അപ്പൊ കമലയും ഈ വീഡിയോ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. കമല ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനു ഉണ്ട്. അപ്പൊ മനു പറയുന്നുണ്ട്, ഇരുന്ന് കണ്ടില്ലേ മകൻ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്, നാണം കിട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ മിണ്ടാതിരിക്കുക അവിടെ. മനു മാത്രല്ല, ഹരി മാത്രമല്ലല്ലോ, അവനുണ്ടല്ലോ രോഹിത്. ഓ പിന്നെ വലിയ കേമമായിപ്പോയി, കുടുംബത്തിലെ രണ്ടുപേര് ബലാത്സംഗ വീരന്മാരായത് ഭയങ്കര കേമാണെന്ന് ഓർത്തിരിക്കുവാണോ? എന്റെ പൊന്നമ്മേ, ലേശമെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ, അല്ലെങ്കിൽ ബോധം വേണ്ടേ? കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അത് പിന്നെ ഞാനിത് കാണുന്നത് വേറൊന്നിനു വേണ്ടിയല്ല, എന്റെ മോന് ഒരു നോക്ക് കാണാൻ പറ്റത്തില്ലേ? കണ്ണിറയെ ഇന്നും കൂടെ കാണാൻ പറ്റത്തുള്ളൂ. അവനെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും ഇന്ന്. പിന്നെ അവനെ സെൻട്രൽ ജയിലിലേക്കൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തൂടാ. പാവം എന്റെ മോന്, പാവം, അവനെ കണ്ടില്ലേ, അവന്റെ കോലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരീനെ കണ്ട് ഭയങ്കര വിഷമം കേട്ടോ പുള്ളിക്കാരിക്ക്. ഏതായാലും അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നതും അലീന പറയുന്നുണ്ട്, ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്, കോടതിയിൽ ഇങ്ങനെ TV-യിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ, ലൈവ് പോട്ടെ, ലൈവോ എന്താന്ന് വെച്ചാൽ പോട്ടെ, ഞാൻ അതൊന്നും കാണുന്നില്ല, അതൊക്കെ കാണാതെ തന്നെ അവിടെ എന്താ നടക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അലീന, പിന്നെ എന്തിനാ അതൊക്കെ കാണുന്നത്? അല്ല, അച്ഛന് വിഷമമുണ്ടോ രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയാത്തതിലും അവന് ജാമ്യം കിട്ടാത്തതിലും ഒക്കെ അച്ഛന് വിഷമം കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാല് അതെ, ഞാന് അവന്റെ അച്ഛനല്ലേ, അപ്പൊ പിന്നെ വിഷമം കാണത്തില്ലേ അലീന? പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. മറു സൈഡിൽ നിൽക്കുന്ന ആ പെൺകുട്ടീനെയും ആ പെൺകുട്ടിയുടെ ഫാമിലിനെയും ഒക്കെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും, ശിക്ഷ അവന് കിട്ടേണ്ടത് തന്നെയാണെന്ന്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ശിവനും രാജീവനും ഒക്കെ, അവരൊക്കെ പറഞ്ഞത് നിന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, നീ മറ്റേ DYSP-നോട് പോയി പറഞ്ഞാല്, അല്ലെങ്കിൽ DYSP-നെ കൊണ്ട് നിന്നെ കൊണ്ട് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെയുള്ള നിന്റെ പാലാരിവട്ടത്തിലെ രേവതിക്കുട്ടീനെ നോക്കുന്നവരെ കൊണ്ട് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ വല്ലതും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കേസാണോ അച്ഛാ ഇത്? ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഇവർക്ക് വേണ്ടി ഞാൻ പരിഹാരം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണായി തീരുവോ ഞാന്? ഒരു പെണ്ണാവോ ഞാന്? സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാ ശരണിയിൽ കാണുന്നത്. അന്ന് എന്റെ കയ്യിൽ ഒരു കത്രിക ഇല്ലായിരുന്നുവെങ്കിൽ ഇവന്മാര് സത്യം പറഞ്ഞാല് അതും വലിയൊരു മഹാപാപമായി പോകൂലേ? എന്റെ സ്വന്തം ആങ്ങള, എന്റെ സ്വന്തം രക്തം, ഒന്ന് ഓർത്തു നോക്കിയാ അച്ഛാ. ആ ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഓർക്കുമ്പോ പേടിയാവുക, ഒരു ഭീകരാവസ്ഥയായിട്ടാ തോന്നുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അലീന ആ ശരണ്യ തന്നെയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തോ തലനാരിരക്കി ഞാൻ രക്ഷപ്പെട്ടു, അതുപോലെ ആ പെങ്കൊച്ചു കുടുങ്ങി. ഏതായാലും അച്ഛൻ സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കരുത് കേട്ടോ, ഒരിക്കലും വിഷമിക്കരുതെന്ന് പറഞ്ഞപ്പം വിഷമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിഷമിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാലും അത് കള്ളമായി പോകും മോളെ. ഏതായാലും ഇത്രയുമൊക്കെ ഇതിൽ എല്ലാം കൊണ്ട് എത്തിച്ചത് അപ്പുറത്തൊരുത്തി കിടപ്പുണ്ടല്ലോ, അവള് തന്നെയാ. അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഇനിയിപ്പം കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണോ ഏതാണോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ ഞാൻ നോക്കുന്നില്ല. രാജീവനും ശിവനും കൂടെ ചേർന്ന് രക്ഷിച്ചോണ്ട് വരാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോണ്ട് വരട്ടെ, അല്ലാതെ ഈ രക്തക്കറയിൽ എനിക്ക് പങ്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇപ്പൊ ഇന്ന് ഡിലേ ആണ്, രാവിലെ വിശേഷം കിട്ടാറില്ല. രാവിലെ നമ്മൾ എന്നിട്ടും അപ്കമിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് പ്രമോ കിട്ടുന്നില്ല, ഫുൾ വിശേഷം കിട്ടുന്നില്ല, ആകെപ്പാടം മൊത്തം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല.
നമുക്ക് സസ്പെൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും, സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഈ കഥ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ നമ്മള് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷം വൈകിട്ട് ജിൽജിൽസിന്റെ യാത്ര ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും, അതായത് പത്രമാറ്റം, അത് നമ്മൾ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യുവേ. അപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പത്രമാറ്റം ചെയ്യാതിരുന്നത്. അപ്പം നമ്മൾ നാളെ രാവിലെ പത്രമാറ്റം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചിട്ട് പോകണേ.